മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ വിഫലമായിരിക്കുന്നു. ബീഹാർ സ്വദേശിയുടെ കൂടി മൃതദേഹം നിലവിൽ ഫയർഫോഴ്സും NDRF നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഉദ്യോഗസ്ഥർ ജില്ലാ ഭരണകൂടം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യാബിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു മനുഷ്യ ശരീരം കണ്ടെത്തിയത്. സ്വാഭാവികമായും മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എന്തായാലും അന്തിമമായി മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ഡ്രോൺ ഉപയോഗിച്ച് ഒന്നുകൂടി ഫയർഫോഴ്സ് ഉൾപ്പെടെ നമ്മുടെ സഹായം ഉൾപ്പെടെ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ തേടിയിട്ടുണ്ട്. എന്തായാലും അവിടെ ഒരു മൃതദേഹം കണ്ടിരിക്കുന്നു, മനുഷ്യ ശരീരത്തിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അതെന്തായാലും ജില്ലാ ഭരണകൂടം ഈ മണിക്കൂറിൽ ഉറപ്പിക്കുന്നുണ്ട്. ഈ ബീഹാർ സ്വദേശിയുടെ മൃതദേഹമാണ് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരം. എന്തായാലും മൃതദേഹം കണ്ടിരിക്കുന്നു. ഈ പൈനാമണ്ണ് കോറി അപകടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 24 മണിക്കൂറിലധികം നേരമായി NDRFും ഫയർഫോഴ്സും ഇവിടെ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ആ തിരച്ചിലിനൊടുവിലാണ് ഇന്ന് വലിയ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വൈകിട്ടോടുകൂടി ആധുനിക യന്ത്ര സാമഗ്രികൾ ഇവിടെ എത്തിച്ചു. അങ്ങനെ പരിശോധന വിപുലപ്പെടുത്തി. ലോങ് ബൂം എക്സ്കേറ്റർ ഉൾപ്പെടെ കൊണ്ടുവന്നു ഈ പരിശോധന. ആ പരിശോധനയിലാണ് ഈ അപകടം പറ്റിയ ഹിറ്റാച്ചിക്ക് സമീപമുള്ള പാറയും മണ്ണുമെല്ലാം നീക്കിയുള്ള പരിശോധനയ്ക്കിടയിലാണ് ഇപ്പോൾ എന്തായാലും ബീഹാർ സ്വദേശിയുടെ ജയരായുടെ മൃതദേഹം നിലവിൽ അജയുടെ മൃതദേഹം എന്ന് ഉറപ്പിച്ചു പറയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലൊരു ജീവന്റെ തുടിപ്പുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഫയർഫോഴ്സും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പറയുന്നത്.